ശശി തരൂരിനെതിരെ നിലപാട് ശക്തമാക്കാൻ KPCC. കേരളത്തിലെ കോൺഗ്രസിൽ ശശി തരൂരിനെതിരായിട്ടുള്ള വികാരം ശക്തമാണ്. ഇതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പ്രസ്താവനയിലും നിറയുന്നത്. ശശി തരൂരിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ അതിരൂക്ഷ പരാമർശമാണ് നടത്തുന്നത്. രക്തസാക്ഷി പരിവേഷത്തോടെ പാർട്ടി വിടാമെന്ന് ശശി തരൂർ കരുതണ്ട. ശശി തരൂരിന് വേണമെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാം. ശശി തരൂരിന് എല്ലാ പരിഗണനയും പാർട്ടി നൽകിയിട്ടുണ്ട്. കോൺഗ്രസിന് ഗുണം ചെയ്യുന്ന പ്രവർത്തനമല്ല തരൂർ നടത്തുന്നത് എന്നും ഉണ്ണിത്താൻ പറഞ്ഞു. തരൂരിനെ പ്രകോപിപ്പിക്കാനാണ് ഈ നീക്കം. ട്രംപ് മംദാനി സംഭാഷണത്തിൻ്റെ ദൃശ്യങ്ങൾ പങ്കുവെച്ച് കോൺഗ്രസിനെതിരെ വീണ്ടും ഒളിയമ്പെയ്ത് ശശി തരൂർ MP രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികൾ സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നും രാജ്യ താൽപ്പര്യത്തിനായി ഒന്നിച്ചു നിൽക്കണമെന്നും തരൂർ പറഞ്ഞു. ഇന്ത്യയിലും അത്തരമൊരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. തന്നാലാകും വിധം പ്രവർത്തിക്കുകയാണ് എന്നും തരൂർ പറഞ്ഞിരുന്നു. അടുത്തിടെ കോൺഗ്രസിനെ വിമർശിച്ച് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തെ അടക്കം പുകഴ്ത്തിയതിലുള്ള ന്യായീകരണം കൂടിയാണ് തരൂർ മുന്നോട്ട് വയ്ക്കുന്നത്. വിമർശനം ഏറ്റെടുത്ത BJP ഗാന്ധി കുടുംബമല്ല രാജ്യമാണ് വലുത് എന്നുള്ള സന്ദേശമാണ് തരൂർ നൽകിയതെന്നും അത് രാഹുൽ ഗാന്ധിക്കുള്ള സന്ദേശമാണ് എന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഗൾഫിൽ BJPയുടെ വികസനത്തെയും പുകഴ്ത്തി. ഈ സാഹചര്യത്തിലാണ് തരൂരിനെതിരെ കേരളത്തിലെ കോൺഗ്രസിൽ വിമർശനം കടുക്കുന്നത്. തരൂർ ഒളിയുദ്ധം നടത്തുന്നത് നിർത്തിയില്ല എങ്കിൽ അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും എന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിന് നൽകുന്ന മുന്നറിയിപ്പ്. നിരന്തരം നടത്തുന്ന മോദി സ്തുതിയിൽ നടപടി വേണം എന്നുള്ളതാണ് ആവശ്യം. തരൂരിനെതിരെ ഒരു നടപടിയും എടുക്കില്ല എന്നുള്ള ഹൈക്കമാൻഡിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം കേരളത്തിൽ പാർട്ടിക്ക് ദോഷമാകും എന്നാണ് ഇവരുടെ നിലപാട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ ഇക്കാര്യം ഒന്നിലേറെ പ്രധാന നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ഇതേ വികാരമാണ് പരസ്യമായി രാജ്മോഹൻ ഉണ്ണിത്താൻ പങ്കുവയ്ക്കുന്നത്. എന്നാൽ തരൂരിനെതിരെ നടപടി എടുക്കില്ല എന്നാണ് ഹൈക്കമാൻഡ് പക്ഷം. തരൂർ സ്വയം കോൺഗ്രസ് വിടട്ടെ എന്നുള്ളതാണ് നിലപാട്. കോൺഗ്രസിനെതിരെ വീണ്ടും ഒളിയമ്പെയ്ത തരൂർ നൽകുന്നത് പുറത്തു പോകും എന്നുള്ള സന്ദേശമാണ് എന്ന് നേതാക്കൾ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജ്യ താൽപ്പര്യത്തിനായി സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നും ഇന്ത്യയിലും ഇത്തരം ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത് എന്നും തരൂർ Xൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട സൊഹറാൻ മംദാനിയുമായുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പങ്കുവച്ചാണ് തരൂരിൻ്റെ കുറിപ്പ്. ജനാധിപത്യം ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിന് വേണ്ടി ആവേശത്തോടെ തടസ്സങ്ങളൊന്നുമില്ലാതെ പോരാടുക. എന്നാൽ അത് അവസാനിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യങ്ങൾക്കായി പരസ്പരം സഹകരിക്കാൻ പഠിക്കുക. ഇന്ത്യയിൽ ഇത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പങ്ക് നിർവഹിക്കാൻ ഞാൻ ശ്രമിക്കുന്നുവെന്ന് ശശി തരൂർ കുറിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കോൺഗ്രസിനെ കളിയാക്കുന്ന പോസ്റ്റാണ് എന്ന് വിലയിരുത്തലുണ്ട്. ഇത്തരത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ തരൂർ ശ്രമിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കരുത് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ളവരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദക്ഷിണാഫ്രിക്കയിലായിരുന്നു തരൂർ. പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണാഫ്രിക്കയിലും എത്തി. ഡെസ്മണ്ട് ടുട്ടു അനുസ്മരണ പ്രഭാഷണത്തിനാണ് ദക്ഷിണാഫ്രിക്കയിൽ പോയത് എന്നാണ് തരൂർ പറയുന്നത്. എന്നാൽ മോദിയുടെ ദക്ഷിണാഫ്രിക്കൻ യാത്രയുടെ മുന്നൊരുക്കമാണ് തരൂർ നടത്തിയത് എന്ന് പോലും പറയുന്ന നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസിലുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് ശശി തരൂർ പ്രധാനമന്ത്രി മോദിയെ പുകഴ്ത്തി രംഗത്ത് വന്നിരുന്നത്. രാംനാഥ് ഗോയങ്ക പ്രസംഗ പാരമ്പര്യയിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രഭാഷണത്തെ പ്രകീർത്തിച്ചാണ് തരൂർ രംഗത്തെത്തിയത്. മോദിയുടെ പ്രസംഗം ഒരു സാംസ്കാരിക ആഹ്വാനമായും സാമ്പത്തിക നിലപാട് മികച്ചതായും തനിക്ക് അനുഭവപ്പെട്ടുവെന്ന് ശശി തരൂർ വ്യക്തമാക്കിയിരുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പ് സമയത്ത് മോദി നെഹ്റുവിനെയും ഇന്ദിരയും രാജീവിനെയും അടക്കം കുറ്റപ്പെടുത്തി. ഇതിന്റെ പ്രതിഫലനമാണ് ബീഹാറിലെ തോൽവി. കേരളത്തിൽ ഭരണം തിരിച്ചുപിടിക്കാൻ തരൂരിന്റെ ഇത്തരം പ്രസ്താവനകൾ വെല്ലുവിളിയാകും എന്നുള്ള അഭിപ്രായം KPCCക്കുമുണ്ട്.